ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് പാർട്ട് 2 കണ്ടാലോ? അങ്ങനെയൊക്കെ കട ചെറിയൊരു മോട്ടിവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഫ്ലൈറ്റിനടുത്തേക്ക് പോയി. ഓരോ യാത്രയിലും വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ലൈഫിലുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് കേട്ടോ ഇതും. രണ്ടാളും ഒന്നിച്ചുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് ജേണി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞങ്ങൾ രണ്ടാളും നല്ല എക്സൈറ്റഡ് ആയിരുന്നു ആൻഡ് ഒരുപാട് ഹാപ്പി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു മാജിക്കൽ മൊമെൻറ്റ്സ് ആയിട്ടാണ് ഇപ്പോഴും ഓർക്കുമ്പോൾ തോന്നുന്നത്. ഞങ്ങളെപ്പോലെ തന്നെയുള്ള വേറെയും ഒത്തിരി യാത്രക്കാരുണ്ടായിരുന്നു. മാഷാ അല്ലാ, വൈകി എത്തുന്ന വസന്തത്തിന് വല്ലാത്ത മാധുര്യമായിരിക്കുമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. എനിക്ക് ചെറിയൊരു ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ത് നടക്കും എന്നിങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാനിങ്ങനെ സ്ട്രെസ്സായിട്ട് സ്വലാത്തും ദിക്കറൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡിപ്പാർച്ചറിൻ്റെ ടൈം ആയപ്പോഴേക്കും എനിക്ക് നല്ല സ്ട്രെസ്സായി. അൽഹംദുലില്ലാ, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ സ്ട്രെസ്സൊക്കെ അങ്ങോട്ട് റിലീഫായിട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? അടുത്തിരിക്കുന്ന ആ ആൾ തന്നെ. പിന്നെ ഞങ്ങൾ രണ്ടാളും കുറേ നേരം വെറുതെ ഇങ്ങനെ കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. To unfasten, lift the metal flap, your nose and mouth with the headband tightly around your head. വാപ്പി പോയതിന് ശേഷം എനിക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നോക്ക്, ഞാൻ എത്ര സെക്യൂർഡ് ആയിട്ടായിരിക്കുന്നത്. ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് യാത്ര പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, മേഘങ്ങൾക്കിടയിലൂടെ നമ്മുടെ നാടിൻ്റെ ഭംഗി നന്നായി ആസ്വദിച്ചു. ഈ ടൈമിലൊക്കെ തന്നെയും എൻ്റെ ഫീലിങ്സ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ നന്നായി ഇമോഷണലായിരുന്നു. ഐ വാസ് ലൈക്ക് ഇൻ ഹെവൻ. കഴിഞ്ഞുപോയ എൻ്റെ ലൈഫിലെ കുറേ നിമിഷങ്ങൾ ഞാൻ റിവൈൻഡ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് ഇയർ ഈ ഡേയ്സിലെല്ലാം ഞാൻ നെഞ്ചു പൊട്ടി കരയുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പം നോക്ക്, ഞാൻ മനസ്സറിഞ്ഞ് സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ സൈഡിൽ എന്തെങ്കിലും ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ അത് വേറെ ആര് കണ്ടില്ലെങ്കിലും പടച്ചോൻ കാണും. അതുകൊണ്ട് നമ്മൾ നല്ല ബോൾഡായിട്ട് തന്നെ അങ്ങ് നിന്നേക്കണം. 10,000 പേര് നമ്മളെ കുത്തി നോവിക്കാനുണ്ടായാലും ആത്മാർത്ഥതയുള്ള ഒരാൾ മതി നമ്മുടെ ലൈഫിൽ നമ്മളെ ചേർത്ത് പിടിക്കാനും കൂടെ നിൽക്കാനും ഒക്കെ. അങ്ങനെ ഒരു 4 to 5 hours ജേണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുവാലാലംപൂർ എയർപോർട്ടിലേക്ക് എത്തി. ഓൾമോസ്റ്റ് ഒരു 5:30 AM ആയിട്ടുണ്ടായിരുന്നു. നാട്ടിലൊരു 2:30-3 മണി. അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു. രണ്ടാളും പുതിയ കൺട്രി എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സോടും കൂടി മലേഷ്യയിലെ എയർപോർട്ടിലേക്ക് നടന്നു. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.